ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പഴമക്കാരുടെ ആരോഗ്യ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കരിക്കിനേക്കാൾ മൂത്തതും തേങ്ങയേക്കാൾ ഇളപ്പുമായ പരുവത്തിലുള്ള നാളികേരമാണ് ഇതിനായി നാം ഉപയോഗിക്കുന്നത്. വിഭവ ദൗർലഭ്യം നേരിട്ടിരുന്ന കാലത്ത് ഗ്രാമീണ ജനതയെ നിലനിർത്തിയത് ഇത്തരം വിഭവങ്ങളാണ്. വിശപ്പടക്കുക എന്നതിലുപരി ഇത് ഇത്രയധികം പോഷകസമൃദ്ധമാണെന്ന് അവരും തിരിച്ചറിഞ്ഞിരുന്നു. നാളികേരവും ചക്കരയുമാണ് ഇതിൻ്റെ ചേരുവകൾ. കഴിക്കാൻ അതീവ രുചികരവുമാണിത്. പാചകത്തിന്, പ്രത്യേകിച്ച് അടയുണ്ടാക്കാനും മെഴുക്കുപുരട്ടിക്ക് രുചി കൂട്ടാനുമൊക്കെ വീട്ടമ്മമാർ തേങ്ങാക്കൊത്ത് അടർത്തിയെടുക്കുന്നത് മറ്റൊരു രീതിക്കാണ്. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, വളരെ എളുപ്പമായിരിക്കും. തേങ്ങ സുലഭമായി ലഭ്യമല്ലാതിരുന്ന വീട്ടുകാർ ഇതുപോലെ കടകളിൽ ചെന്ന് പൂളിയാണ് വാങ്ങിയിരുന്നത്. തേങ്ങാക്കൊത്തിങ്ങനെ പൂളി ഭംഗിയായി പൂളി എടുക്കും. അങ്ങനെ പൂളിയ തേങ്ങാക്കൊത്തുകൾ വാങ്ങിക്കൊണ്ടുവന്ന് മുളകും ഒക്കെയായി മല്ലി ഇതൊക്കെ ചേർത്ത് കല്ലിൽ വെച്ച് അരച്ചാണ് അന്നെടുത്തിരുന്നത്. ഇന്നലെ മിക്സിയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നത്. ഇന്ന് തേങ്ങാക്കൊത്ത് പൂളി വാങ്ങുന്ന കാലമൊക്കെ മാറി. അന്നത്തെ പോലെയല്ല. ചെയ്യുന്ന ജോലിക്ക് അത്യാവശ്യം വേതനമൊക്കെ കിട്ടുന്ന കാലമല്ലേ. പക്ഷേ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കേരളത്തിൽ കുറയുകയും തമിഴ്നാട്ടിലും കർണാടകയിലും അത് വർദ്ധിക്കുകയും ചെയ്ത കാര്യം നമ്മൾ മറന്നുകൂടാ. നമ്മളിൽ പലരും വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന നാളികേരം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും വരുന്നതാണ്. കേരളത്തിൻ്റെ നാളികേരത്തിൻ്റെ ഗുണനിലവാരം തീർച്ചയായും മറ്റു സ്ഥലങ്ങളിൽ വരുന്ന നാളികേരത്തിനില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ. കേരളത്തിലെ നാളികേരത്തിന് നല്ല കാമ്പും കട്ടിയുമൊക്കെ ഉണ്ട്. അവിടുന്ന് വരുന്ന നാളികേരം നമ്മൾ ചിരണ്ടിയാൽ കരിക്ക് ചിരണ്ടിയെടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഇന്ന് എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെ കടകളാണ് നമുക്ക് ചുറ്റിലും. 5 രൂപ കടികൾ, 10 രൂപ കടികൾ. അവർ ഉണ്ടാക്കി വെക്കുന്ന കടികളെല്ലാം തന്നെ വേഗത്തിൽ വിറ്റ് തീരുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ പലഹാരങ്ങളോടുള്ള കൊതി ഒന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ. എണ്ണ പലഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് നമ്മളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിന് നല്ലത്. നാളികേരത്തിൻ്റെ ഈ ഭാഗത്തിന് ഇവിടെ വെടല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെടല ചക്കരയിൽ പുരട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറൊരു ലെവലാണ്. വൈകുന്നേരങ്ങളിൽ ചൂട് കട്ടൻ ചായക്കൊപ്പം പഴമക്കാർ ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. 90ലും അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും ഇതുതന്നെ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഇടണേ.